കൂടിക്കാഴ്ച വിവാദത്തിൽ മുഖ്യമന്ത്രിയെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് പ്രതിപക്ഷം. ഇ.പി. ജയരാജൻ മുഖ്യമന്ത്രിയുടെ ദൂതനാണെന്ന് വി.ഡി. സതീശൻ വിമർശിച്ചു. ബി.ജെ.പി. CPM അന്തർധാര വ്യക്തമാക്കുന്നതാണ് കൂടിക്കാഴ്ചയെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അതേസമയം വിവാദം ഗൂഢാലോചനയുടെ ഭാഗമെന്ന് CPM ന്യായീകരിക്കുന്നു. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. കൂടിക്കാഴ്ചയിൽ നടന്നത് കൃത്യമായ ഡീലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ ഡീൽ എന്തെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഈ കേന്ദ്ര ഏജൻസികളെ വെച്ച് CPM-ന്റെ കഴുത്തിന് പിടിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു. മര്യാദയ്ക്ക് അവർ പറയണത് ചെയ്തു കൊടുക്കാൻ വേണ്ടി. അതാണ് ഇവിടെ നടന്നത്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ ഡീലായിരുന്നു. പ്രകാശ് ജാവ്ദേക്കറെ ഇ.പി. ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു. കണ്ടാൽ എന്താ കുഴപ്പമെന്ന്. ജാവ്ദേക്കറിനെ എന്തിന് കണ്ടു എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് KPCC അധ്യക്ഷനും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ K. സുധാകരൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അറിയാതെ ഇ.പി. ജയരാജൻ ഒന്നും ചെയ്യില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ പരിഹാസവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തി. ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന ന്യായീകരണമാണ് CPIM-നുള്ളത്. മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞെന്ന് മന്ത്രി MB രാജേഷ്. കോൺഗ്രസും BJP-യും തമ്മിലാണ് അന്തർധാരയെന്നും തെരഞ്ഞെടുപ്പിന് തലേന്ന് നടത്തിയ പാഴ്ശ്രമമാണ് ആരോപണമെന്നും MV ജയരാജൻ പറഞ്ഞു. കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, കോൺഗ്രസിൽ നേതൃനിരയിലുള്ളവർ കൂട്ടത്തോടെ BJP-യിൽ പോകുന്നത്. അപ്പോൾ ആ സംഭവത്തെ മറ്റൊരു പച്ച നുണ കൊണ്ട് മറച്ചുപിടിക്കാനുള്ള പാഴ്ശ്രമമാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് KPCC പ്രസിഡന്റ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം. മന്ത്രിയും ആലത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുമായ K. രാധാകൃഷ്ണനും ന്യായീകരിച്ചു. നമ്മുടെ ശത്രുക്കളായിട്ട് നമ്മൾ ചിലപ്പം മിണ്ടേണ്ടി വരും, വർത്താനം പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും. പക്ഷേ അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ബോധ്യപ്പെടുള്ളൂ. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ മറുപടി ഇങ്ങനെ: ഡൽഹിയിലെത്തിയത് പറഞ്ഞു, ഡൽഹിയിലെ ഹോട്ടലിൽ ചായ കുടിച്ചത് പറഞ്ഞു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, ഇവിടെ നിന്ന് ഭീഷണി കോളുകൾ വരികയും തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അദ്ദേഹവും കൈപ്പിടിച്ച ആള് വളരെ മോശക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനെയും വിൽക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം നോക്കിയതുകൊണ്ടും ഒരുപക്ഷെ അതെല്ലാം അതിൽ ഘടകമായിട്ടുണ്ടാകാം. കൂടുതൽ UDF LDF നേതാക്കളെ കണ്ടിട്ടുണ്ടെന്ന പ്രകാശ് ജാവ്ദേക്കറിന്റെ ആരോപണം കൂടി എത്തുന്നതോടെ സമീപ ദിവസങ്ങളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദം ഇതുതന്നെയാകുമെന്ന് ഉറപ്പ്. 24 തിരുവനന്തപുരം.